അപ്പോൾ രാവിലെ 5:30 ആയതുള്ളേ. അപ്പോൾ പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. എല്ലാവരും എണീറ്റൊക്കെ വരുന്നുള്ളൂ. ഞാനൊരു 5 മണി ഞാനൊരു 5:30 ആകുമ്പോഴേക്കും എല്ലാ ദിവസവും എണീക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ വിളക്കെത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രഷായൊക്കെ വന്നു നിന്ന് വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അപ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലും നല്ലൊരു എനർജിയും കിട്ടും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കുക്കിങ്ങിലേക്കൊക്കെ കടക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിനി വിളക്കത്തിക്കൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴേ ഫ്രഷൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ അടുക്കളയിലെയും ഹാളിലെയും ഒക്കെ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് നെഗറ്റീവ് ആ ഒരു എനർജി ഒക്കെ അങ്ങ് പുറത്തേക്ക് പോയിട്ട് ജനൽ തുറന്നുമ്പോൾ നല്ല ശുദ്ധവായും കയറും, നല്ല പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് കയറും. അപ്പം എല്ലാവരും ജനലിൽ ഒക്കെ നന്നായിട്ട് തുറന്നിടുക. അപ്പം നല്ലൊരു ശുദ്ധവായൊക്കെ കയറി നല്ലൊരു ഇതായിരിക്കും. പിന്നെ ഞാനിതാ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപാടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മിറ്റടിക്കാൻ പോയി. അപ്പം ഞാൻ ഇപ്പം നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ 2-3 മരമുണ്ട്. അപ്പം അതിനകത്ത് നിറച്ച് ഇല വീണ് കിടക്കും. അപ്പം ഞാനിതാ കടിച്ചൊക്കെ വാരി. പിന്നെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത്. അപ്പം വെള്ളമൊക്കെ എടുത്തു. അപ്പോൾ ആ കാലത്ത് നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനത് നമുക്കൊരു കറിവേപ്പില ഉണ്ടായിരുന്നു, ഞാനൊരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ അതിനകത്ത് തിങ്ങിയം കൊണ്ടാണ് തോന്നുന്നത്, ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 2-3 തക്കാളി തൈയും ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നമ്മൾ പിന്നെ ഒരു കലം വെള്ളമായിട്ട് വന്നു. അപ്പോഴേക്കും നമ്മൾ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ നമ്മുടെ ചായയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ചോറ് ഇതാ തിളച്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചായ തിളച്ചു. അപ്പോൾ ഞാൻ ചായക്ക് ഒരു ഗ്ലാസ് കുടിച്ചു. ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണ്ടേ. ഇതെന്താ 12 മണിക്ക് ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടായിരുന്നു കഞ്ഞിവെള്ളം എടുത്ത് വെച്ചത്. ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷോർട്ട്സാണ്, ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഇന്നലെ ദോശമാവിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ ദോശ സാമ്പാറാണ് കൊണ്ടുവന്ന്. 2 പേരും, വലിയ ആളും ചെറിയ മോളും 2 പേരും ദോശ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വാർത്ത് വെക്കാം. ചോറ് ഇങ്ങനെ റൈസ് കുക്കറിൽ തലേന്ന് ഇറക്കി വെച്ചാൽ മതിട്ടോ. അപ്പം നല്ല എളുപ്പമാണ്, നമുക്ക് കുറേ സമയവും ലാഭിക്കാം, പിന്നെ ഗ്യാസ് ലാഭിക്കാം. രാവിലെ തലേന്ന് നമ്മൾ കിടക്കുമ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒന്ന് തിളപ്പിച്ച് വാർത്താൽ മതി. അപ്പം നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അത് നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ്. നമുക്ക് സമയം സേവ് ചെയ്യാനും ഗ്യാസ് ലാഭിക്കാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്ക് മീൻകറി, അതുപോലെ നിങ്ങൾ തലേന്ന് മീനൊക്കെ ഉണ്ട്, മീൻകറിയൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാനിതാ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുടിവെള്ളം കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിൽ. അത് ഞാനൊരു ജഗ്ഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കുടിക്കാനുള്ള വെള്ളം വെക്കാം. അപ്പോൾ ജഗ്ഗിൽ തീരുമ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവുമല്ലോ കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വൈകുന്നേരം വരെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കുടിവെള്ളം വെച്ചു. പിന്നെ ഇനി നമുക്കിതാ പരിപ്പ് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴുകി എടുത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇപ്പോൾ സാമ്പാർ മാത്രം, ദോശ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തലേന്ന് ചോറിനുള്ള കറിക്കുള്ളതും തോരനുള്ളതൊക്കെ അരിഞ്ഞു വെക്കും. അപ്പോൾ നമുക്ക് കുറേ ടൈമും ലാഭിക്കാം, പെട്ടെന്ന് പണി തീർക്കുകയും ചേട്ടാ. രാവിലെ തന്നെ നമ്മളൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും നമ്മളുടെ കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞ് ഫുഡും എല്ലാം ഉണ്ടാക്കി പാത്രം കഴുകി അടിച്ചും വാരി നമുക്ക് ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ ഇത് തോരനും കറിക്കിലൊക്കെ അരിഞ്ഞ് വെച്ചാൽ മതിയേ. അപ്പോൾ നിങ്ങൾക്ക് സമയവും ലാഭിക്കാം, പണിയും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. പെട്ടെന്ന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാമല്ലോ. അങ്ങനെ ഞാനിതാ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ പൊടി ഇട്ടിട്ടൊരു സാമ്പാർ പൊടി ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ വെച്ച കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കും. 2 വിസിലടിക്കുമ്പോഴത്തേ വെന്ത് വന്നോളല്ലോ, വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇപ്പം നമുക്ക് ടൈമിൻ്റെ കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. നമുക്കൊരു പ്രൊഡക്റ്റ് ഡേ ആക്കി മാറ്റാൻ നമുക്ക് കുറേ സമയവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ സമയം നമുക്ക് വേറെ എന്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ട് കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക്
പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഒരു 6:45 ആയി. ഇപ്പോൾ ചേട്ടനും ചെറിയ മോളൊക്കെ എണീറ്റ് വരുന്ന സമയമായി. അപ്പോഴേക്കും ഞാനിതാ നമുക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ളൊരു സംഭവം. ഇതിന് 12 രൂപയും കണ്ടുള്ള ഒരു പാക്കിന് കുറേ കട്ടകളുണ്ടായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ ഞാനൊരു മൺചിരാതിൽ അങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. അടുക്കളയിലും ഹാളിലൊക്കെ അങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലും നല്ലൊരു സ്മെല്ലും ആണ്. അപ്പോൾ ഞാനിതാ സാമ്പാറിലേക്ക് ഞാൻ സാമ്പാർ പൊടി ഇട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ശർക്കരയും ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായിട്ട്. ഞാൻ ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. എനിക്ക് ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിതാ സാമ്പാർ ഞാനൊരു ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശ നല്ലോണം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ രാവിലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഇത് വെന്ത് വരുമ്പോൾ അതിന് നമ്മൾ കുറച്ച് നല്ലോണം നെയ്യ് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ നല്ല മുരിച്ചെടുക്കുന്നത്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാനും കൊടുത്തു, കുട്ടികൾക്ക് സ്കൂളിലേക്കും കൊടുത്തു വിട്ടു. കുട്ടികളും ചേട്ടനൊക്കെ പോയി. ഇനി നമുക്ക് പാത്രം കഴുകുന്ന അടിച്ച് വാരി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. പിന്നെ എനിക്ക് വൈകുന്നേരം പണിയുള്ളൂ. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് അടിച്ച് വാരണം, മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പാത്രം ഇത്തിരി എല്ലാം ഉണ്ടാവുള്ളൂ നമ്മളപ്പം എടുത്തത്. അപ്പോൾ അപ്പം കഴുകാൻ പറ്റുന്ന അന്നേരം നിങ്ങൾ അങ്ങോട്ട് കഴുകി എടുക്കുമ്പോൾ ഒന്ന് കഴുകി വെച്ചേക്കുക. അപ്പം പിന്നെ ലാസ്റ്റ് ഇത്തിരി കുട്ടികൾ കഴിച്ചതും അങ്ങനത്തെ മാത്രമേ കുറച്ച് പാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പണി ചെയ്യുന്നതിന് കൂടെ തന്നെ എടുക്കുന്ന പാത്രം അപ്പം കഴുകിയ വേസ്റ്റും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഇതാ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞു. ഇനി ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. ദോശയും സാമ്പാറും ഞാൻ കഴിക്കട്ടെ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറും ദോശയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്, നല്ല സാമ്പാറാണ്. അപ്പോൾ ഞാനങ്ങനെ പൊടിയിട്ടിട്ടുണ്ടാക്കിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. അപ്പം എൻ്റെ അടിച്ചു വാരലും പാത്രം കഴുകലും അടുക്കളത്തെ പണിയെല്ലാം കഴിഞ്ഞു. എനിക്ക് ഇന്നലത്തെ വൻപയറും പിന്നെ കപ്പളങ്ങക്കറിൻ്റെ ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാനാകുമ്പോഴത്തേന് ചൂടാക്കി എടുത്താൽ മതി. ചോറ് പിന്നെ നമ്മൾ തിളപ്പിച്ച് വറുത്ത് വെച്ചല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആവും. പിന്നെ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇനി ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ബൈ ബൈ.